കാർപെ ഡിയം എന്ന് കേട്ടിട്ടില്ലേ? എൻജോയ് ദ മൊമെന്റ് എന്നാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. ജീവിതം എന്തൊരു നിസ്സാരമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ചുറ്റും നടന്നു. പ്രിയപ്പെട്ടവർ ഒത്ത് വെക്കേഷൻ ആസ്വദിക്കാൻ പോയവർ ടെററിസ്റ്റുകളെ തൂക്കിനിരയാകുന്നു. ക്രിക്കറ്റിന്റെ വിജയം ആഘോഷിക്കാൻ ഒത്തുകൂടിയവർ തിരക്കിലും പെട്ട് മരിക്കുന്നു. ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് വിദേശത്തേക്ക് യാത്ര തിരിച്ചവരെല്ലാവരും ഓർമ്മ മാത്രമാകുന്നു. ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റൽ മെസ്സിലേക്ക് കയറിയ കുട്ടികളുടെ മുകളിലേക്ക് പ്ലെയിൻ വന്ന് വീഴുന്നു. മരണത്തിന് ഔചിത്യമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്? അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഇന്ന് ഉറങ്ങി എണീറ്റത് തന്നെ ഒന്ന് ആഘോഷിക്കാനുള്ള ഒരു കാരണമാണ്. കാരണം ഇന്നലെ ഉറങ്ങാൻ കിടന്ന 1,50,000 ആളുകൾ ഇന്നത്തെ ഈ മനോഹര ദിവസം കണ്ടിട്ടില്ല. മനുഷ്യജീവിതം അത്രമേൽ ക്ഷണികമാണെങ്കിൽ നാളെ നമ്മളോ നമ്മൾ സ്നേഹിക്കുന്നവരോ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് ഈ യാത്ര എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൂടാ? ഒന്ന് ക്ഷമിച്ചു കൊടുത്തുകൂടാ? നാളെ ആകട്ടെ എന്ന് കരുതാതെ ഫോൺ എടുത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ ഒന്ന് വിളിച്ചുകൂടാ? സ്വയം ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അന്തരീക്ഷം കാർമേഘാവൃതമാണെങ്കിലും ആ ആകാശവും ആ തണുത്ത കാറ്റും ആ മഴയും എല്ലാം ഒന്ന് ആസ്വദിച്ച് പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് സ്നേഹം പങ്കുവെച്ച് അങ്ങനെ ഒന്നും നാളേക്കായി നീട്ടി വെക്കാതെ നമുക്ക് ഓരോ ദിവസത്തെയും കൂടുതൽ മനോഹരമാക്കാം. അതെ, കാർപെ ഡിയം, ലിവ് ദ മൊമെന്റ് എന്ന മന്ത്രം മനസ്സിൽ പറയാം. കാരണം നമ്മൾ ഉറങ്ങി എണീക്കുന്ന ഓരോ ദിവസവും ഒരു ബോണസാണ്. 1,50,000 പേർക്ക് കിട്ടാതെ പോയ ഒരു എക്സ്ട്രാ ബോണസ്. താങ്ക് യു.